ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട മക്കൾ, സുഖം തന്നെ എല്ലാവർക്കും. ഇൻഷാ അല്ലാഹ് നമ്മൾ വർക്ക് ബുക്ക് രണ്ടാം ഭാഗത്തിൻ്റെ ആദ്യത്തെ പാഠമാണ് ഇന്ന് എടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ കയ്യിലും ബുക്ക് എത്തിയിട്ടുണ്ടാകുമെന്ന് ഉസ്താദ് കരുതുന്നു. ഒരുപാട് പാഠങ്ങളൊക്കെ എടുത്ത് പോയിട്ടുണ്ടാവും ഉസ്താദുമാർ. എന്നാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി അങ്ങോട്ട് ഓരോ പാഠവും പെട്ടെന്ന് വർക്ക് ബുക്കിലെ പോർഷൻസൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകണം. എല്ലാ മക്കൾക്കും സുഖം തന്നെ എന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് നമ്മൾ പാഠത്തിലേക്ക് കിടക്കണം. അതിന് മുമ്പ് നമ്മുടെ ഒന്നാമത്തെ വർക്ക് ബുക്കൊക്കെ തുടങ്ങിയതുപോലെ തന്നെ ഉസ്താദ് ഈ മുകളിലെ എഴുതിയ ഇത് ഉസ്താദ് വായിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഉസ്താദിൻ്റെ കൂടെ തന്നെ വായിക്കണം, ഉറക്കനെ വായിക്കണം കേട്ടോ. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ക്ലാസ്സിലെടുക്കാം. ഒന്നാമത്തെ പാഠം നിങ്ങൾക്ക് ഉസ്താദ് എടുത്ത് തന്നിട്ടുണ്ട് അല്ലേ? ലിവാ ഉൻ എന്നുള്ള പാഠമാണ്. എല്ലാവരും ഒന്ന് വായിച്ചാണ്. പാഠത്തിൻ്റെ പേര് ലിവാ ഉൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്താ ഈ ലിവാ ഉൻ എന്ന് പറഞ്ഞാൽ? പറയൂ. പതാക അല്ലേ? കൊടി എന്ന് പറയും, പതാക എന്ന് പറയും. നിങ്ങൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഫ്ലാഗ് എന്നും പറയും. ഇനി ഈ പാഠത്തിൽ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്, ഇവിടെ റെഡ് കളറിലായിട്ട് നിങ്ങൾക്ക് കാണാം ഈ ഒരു അക്ഷരമാണ്. ഇതെന്താണ്? ഇതിൻ്റെ പേര് ഹംസ എന്നാണ്. ഉസ്താദ് പറഞ്ഞു തന്നല്ലോ അല്ലേ? ക്ലാസ്സിലൊക്കെ ഉസ്താദ് എടുത്ത് തന്നിട്ടുണ്ടാകും. എന്നാലും ഉസ്താദ് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹംസ ഉൻ എന്നാണ് ഇത്. തൻവീൻ ലൊമ്മ് ഇതിന് മുകളിൽ ഉണ്ടായത് കൊണ്ട് ഉൻ. അപ്പം ലിവാ ഉൻ. ഇനി ഇങ്ങോട്ട് നോക്കുങ്ങൾ. ഇവിടെ നിങ്ങൾ ഹംസ ഉണ്ട്, അതുപോലെ തന്നെ ഹംസക്ക് മുകളിൽ തൻവീൻ ലൊമ്മ് ഇട്ട രൂപമുണ്ട് അല്ലേ? ഹംസ്, ഹംസ. അതുപോലെ തന്നെ തൻവീൻ ലൊമ്മ് ഇട്ടാൽ ഉൻ. ഇതിന് ഹറക്കത്ത് ഇട്ടില്ല, അതുകൊണ്ട് ഹംസ എന്നാണ് ഇതിനെ പറയുക. നമ്മൾ അലിഫ് എന്ന് പറയുന്നത് പോലെ അലിഫിൻ്റെ മുകളിൽ ഫതഹ് ഇടുമ്പോൾ ആ എന്നല്ല ഉച്ചരിക്കുക. അപ്പോൾ ഇത് ഹംസ ആണ് ഇതിന് പേര്. ഇതിന് മുകളിൽ ഫതഹ് കസ്റൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇതിനെ മറ്റുള്ള രീതിയിൽ വായിക്കുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇവിടെ തൻവീൻ ലൊമ്മാണ്, അതുകൊണ്ട് ഉൻ എന്നാണ് വായിക്കുക. ഇനി താഴേക്ക് നിങ്ങൾ നോക്കൂ. ഹംസ എഴുതുന്ന രൂപമാണ് ഇവിടെ പറയുന്നത്. എൻ്റെ മക്കളെ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നിന്നാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. ഇതാ ഉസ്താദ് ഈ വിരൽ വെച്ച് കണ്ട നിങ്ങൾ ഇവിടെ നിന്ന് താഴോട്ട് വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വരണം, വലത് സൈഡിലേക്ക്, പിന്നെ അതിൽ നിന്ന് താഴോട്ട്. മനസ്സിലാവും മക്കൾക്ക്? ഇവിടെ നിന്ന് നിങ്ങൾ ഇങ്ങനെ എഴുതി ഇങ്ങോട്ട് കൊണ്ടുവന്നു, അത് താഴോട്ട്. ഇതാണ് ഹംസയുടെ എഴുതുന്ന രൂപം. ഇൻഷാ അല്ലാഹ് എൻ്റെ മക്കൾ ഉസ്താദ് കാണിച്ചു തന്നതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് 4 സ്ഥലം തന്നിട്ടുണ്ട് എഴുതാൻ. ആ 4 സ്ഥലത്തിൻ്റെ മക്കൾ വൃത്തിയായിട്ട്, വളരെ വൃത്തിയായിട്ട് ചെയ്യണം. അതിൻ്റെ താഴെ നിങ്ങൾ നോക്കൂ, അതുപോലെ തന്നെ ഹംസ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഇപ്പോഴത്തെ ഇങ്ങോട്ട് ഉസ്താദ് പറഞ്ഞ നേരത്തെ എഴുതുന്ന രൂപം പറഞ്ഞു, അതുപോലെ തന്നെ എഴുതാം. അതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കും, ഇവിടെ ഹംസ്, ഹംസ്, ഹംസ. ഇത് 3 ഹംസ തന്നെയാണ്. ഒന്ന് അലിഫിൻ്റെ മുകളിൽ വന്നു, ഒന്ന് വാവിൻ്റെ മുകളിൽ വന്നു, ഒന്ന് യാഇൻ്റെ മുകളിൽ വന്നു അല്ലേ? നമുക്ക് ശ്രദ്ധിച്ചോ? ഉസ്താദ് ലിവാൻ എന്ന പാഠം എടുത്തപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഇത് ഹംസിൻ്റെ മുകളിൽ വന്നാലും വാവിൻ്റെ മുകളിൽ വന്നാലും യാഇൻ്റെ മുകളിൽ വന്നാലും ഈ ചെറിയ ഹംസ് ഇവിടെ കണ്ടോ? നിങ്ങൾ ആ ഫതഹ് ഇടണമെങ്കിൽ ആ തന്നെ ഉച്ചരിക്കണം കേട്ടോ. ശ്രദ്ധിച്ചില്ലേ? ഇനി വരുന്ന പാഠത്തിൻ്റെ ഭാഗങ്ങളൊക്കെ എടുക്കുന്ന മക്കൾക്ക് പ്രത്യേകം മനസ്സിലാകും. ഇനി താഴോട്ട് നിങ്ങൾ വരിക. ഇവിടെ ആ ഹംസയുടെ മുകളിൽ ഫതഹാണ്. ആ എന്ന് വെറുതെ വല്ല പറയില്ല, ഒന്ന് നല്ല ഗൗരവത്തിൽ നിങ്ങൾ പറയണം. ആ എന്ന് തന്നെ പറയണം. അൻ, തൻവീൻ ഫതഹാണ്. അൻ. കസർ വന്നു, ഇ. തൻവീൻ കസർ വന്നു, ഇൻ. ഉ, ഉൻ.
ഇനി ഇവിടെ ഹംസ് 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 ഹംസ്, ഇത് നാലും ഒന്ന് തന്നെയാണ്. ഇത് എഴുതുന്നത് എപ്പോഴാണ് എഴുതാന്ന് ഉസ്താദ് പിന്നെ ഇങ്ങനെ വരുന്ന ഭാഗത്തിൽ പറഞ്ഞു തരാം. ഇനി നിങ്ങൾ നോക്കും, ഇതെന്താ വായിക്കാം? ഇത് ഒന്നാമത്തെ അക്ഷരം മ, രണ്ടാമത്തെ അക്ഷരം ല, മൂന്നാമത്തെ അക്ഷരം നിങ്ങൾ എന്തവിടെ കണ്ടു? ഹംസ് വന്നിട്ടുണ്ട്, അതിന് മുകളിൽ ഫതഹും വന്നിട്ടുണ്ട് അല്ലേ? ഇത് അലിഫാണ് അല്ലേ? മ ല ആ. അപ്പം എന്താ വായിക്കുക ഉസ്താദ്? വായിക്കുന്ന ശ്രദ്ധിക്കുകയും മ ല ആ, മല ആ. ശ്രദ്ധിച്ചോ നിങ്ങൾ? മല ആ. ഇനി അതിൻ്റെ താഴെ നോക്കൂ നിങ്ങൾ, ബ രി ആ. ഇതും ആ തന്നെയാണ് ഉച്ചരിക്കുക, ബരി ആ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഈ ഹംസയുടെ മുന്നേ കസർ വന്നു അല്ലേ? രി എന്ന് വന്നു. അതുകൊണ്ട് ഇത് ഹംസക്ക് യാഇൻ്റെ മുകളിലാണ് ഹംസ് വരിക. കണ്ടോ നിങ്ങൾ? ബരി ആ. ഇനി ഉസ്താദ് അപ്പുറത്ത് നോക്കൂ, ലു ലു ഉൻ. ഈ ഹംസ് വാവിൻ്റെ മുകളിൽ വന്നു. കാരണം എന്താ? ഇതിന് മുന്നേ ലമ്മാണ് വന്നിട്ടുള്ളത്. ചേർന്ന് വരുന്ന ലൊമ്മായ അക്ഷരത്തിനോട് ചേർന്നിട്ടാണ് ഈ ഹംസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിന് വാവിൻ്റെ മുകളിൽ എഴുതി. ഇവിടെ കസറായ ഒരു വാക്ക് കസറായ വാക്കിനോട് ചേർന്നാണ് വന്നിട്ടുള്ളത്, കസറായ അക്ഷരത്തിനോട്. അതുകൊണ്ട് യാഇൻ്റെ മുകളിൽ വന്നു. ഇവിടെ വാവിൻ്റെ മുകളിൽ വന്നു. അപ്പോൾ വാവിൻ്റെ മുകളിൽ ഒന്നാമത്തെ വന്നത് സുക്കൂനാണ്, എന്ന് ഉച്ചരിക്കും. രണ്ടാമത്തെ ലു എന്നതിന് ശേഷം വരുന്നത് ഉൻ. അപ്പം ലു ഉൻ. എൻ്റെ മക്കളൊന്ന് പറഞ്ഞാണ്, ലു ഉൻ. ഇനി അടുത്തത് മിൽ ഉൻ. മിൽ ഉൻ. ഇവിടെ നിങ്ങൾ കണ്ടോ, ഹംസ് ഒന്നിൻ്റെ മുകളിൽ വന്നല്ല, ഒറ്റക്ക വന്നിട്ടില്ല. എന്താ കാരണം? ഇത് മിൽ എന്ന അക്ഷരത്തിന് അപ്പുറത്ത് അവസാനമായിട്ട് വന്നാണ് മിൽ ഉൻ എന്നുള്ളത് അല്ലേ? ഒറ്റക്ക വന്നിട്ടുള്ളത്. ഇങ്ങനെ വന്നപ്പോഴും ഉൻ എന്ന് ഉച്ചരിച്ചു, ഇങ്ങനെ വന്നപ്പോഴും നമ്മൾ ഉൻ എന്നല്ല പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ രണ്ടും വ്യത്യാസം മനസ്സിലാക്കണം. ഇനി അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കൂ, അമല എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അല്ലേ? ഒന്നാമത്തെ ആദ്യത്തെ അക്ഷരം ഹംസാണ്. ഹംസിൻ്റെ മുകളിൽ ഫത്ത് ആ. തുടക്കത്തിൽ ഇങ്ങനെ വരുമ്പോൾ ആ എന്ന് ഇങ്ങനെ എഴുതണം, അലിഫിൻ്റെ മുകളിലാക്കി എഴുതണം. മ ല അമല. ഫതഹ ആയതുകൊണ്ട് അലിഫിൻ്റെ മുകളിൽ തന്നെ വരണം, അമല. ഇനി നിങ്ങൾ മക്കൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ വായിച്ച മല ആ എന്നതിനെ താഴെ കള്ളിയിലേക്ക് എഴുതണം, ബരി ആ എന്നതിനെ ഇതിൻ്റെ താഴേക്ക് എഴുതണം, ലു ഉൻ എന്നതിനെ താഴേക്ക് എഴുതണം, മിൽ ഉൻ എന്നതിനെ താഴേക്ക് എഴുതണം, അമല എന്നതിനെയും നിങ്ങൾ താഴേക്ക് എഴുതണം. ഇനി മക്കൾ താഴെ ശ്രദ്ധിക്കും. അടുത്തത് അത്റാബുൻ. അത്റാബുൻ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഹംസ് ഫതഹ് വന്നു, ആ പിന്നെ റാബുൻ. അത്റാബുൻ. ഇത് ഇപ്പോഴത്തെ കള്ളിയിലേക്ക് എഴുതണം. ഇനി അടുത്തത് ഇസ്ലാമുൻ. ഇസ്ലാമുൻ. ഇതും ഇതൊക്കെ നിങ്ങൾ വായിച്ചു തന്നിട്ടുണ്ടാവും. ഇതിൽ പല വാക്കുകളും കഴിഞ്ഞ പാഠഭാഗം എടുക്കുമ്പോൾ നിങ്ങളുടെ ഉസ്താദ് നിങ്ങൾക്ക് മനോഹരമായിട്ട് വായിച്ചു തന്നതല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ അറിയും. എന്നാലും ഉസ്താദ് ഒന്നും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. അശ്നാനുൻ. അശ്നാനുൻ. ഇത് ഇങ്ങോട്ട് എഴുതാം. അടുത്തത് സ അല. സ അല. സ അതിനോട് ചേർന്ന് വന്നു, അപ്പോൾ അലിഫിൻ്റെ മുകളിൽ വന്നു സ അല. ഇനി സു ഇല. ഇവിടെ കസർ വന്നത് കൊണ്ട് യാഇൻ്റെ മുകളിലാണ് ഹംസട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചോ മക്കൾ? ഇവിടെ കസറല്ല വന്നത്, സു ഇ എന്നല്ലേ? അപ്പോൾ അതുകൊണ്ട് യാഇൻ്റെ മുകളിൽ ഹംസ ഇടണം. ഇനി അടുത്തത് നോക്കും മക്കൾ, റു അ സാ ഉ. കാരണം എന്താ? വാവിൻ്റെ മുകളിലാണ് ഫതഹ് വന്നിട്ടുള്ളത്. എന്നാലും റു എന്ന അക്ഷരത്തിന് ശേഷം ലൊമ്മിന് ശേഷം വന്നതുകൊണ്ട് റു അ സാ ഉ എന്ന് വാവിൻ്റെ മുകളിൽ ഹംസ ഇട്ടിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ മക്കൾ ശ്രദ്ധിച്ചല്ലോ, ഇതെല്ലാം ഇപ്പുറത്തെ കള്ളിയിലേക്ക് തന്നെ വ്യക്തമാക്കി നിങ്ങൾ നല്ല വൃത്തിയായി വളരെ സാവകാശം നിങ്ങൾ എഴുതണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഉസ്താദിനെ കാണിച്ചു കൊടുക്കണം. ഇനി മക്കൾ അടുത്ത പേജ് എടുക്കും. എടുത്തില്ലേ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഇവിടെ ഒരു 4 5 ഒരു പച്ച റൗണ്ട് ഉണ്ട്. നിങ്ങൾ 1 2 3 4 5 എന്തൊക്കെ? ഒന്നാമത്തെ ഹംസിന് മുകളിൽ ഫത്ത് ആ, 2 എ എന്നാണ് അല്ലേ? ഹംസിൻ്റെ മുകളിൽ സുക്കൂന്,
ബ സുൻ എന്നുള്ള അടുത്തത് വാവിൻ്റെ മുകളിൽ സുക്കൂന് വന്നതാണ്. അടുത്ത യാഇൻ്റെ മുകളിൽ ഹംസ് വന്നിട്ട് അടിയിൽ കസർ വന്നത്. അടുത്തത് സാധാരണ ഹംസ്, അതിൻ്റെ മുകളിൽ തൻവീൻ ദമ്മ വന്നു. ഇവിടെ നിങ്ങൾ നോക്കി ഒന്നാമത്തത് ഈ കളർ കണ്ടെങ്കിൽ ബറാ എന്നല്ല ഉച്ചരിക്കുക. ഒന്ന് ബ റ ബറാ. ഇനി അത് ഇതിലേക്ക് ചേർക്കൂ, ആ എന്നതിലേക്ക് ചേർക്കി ബറാ തുൻ ബറാ അത്തുൻ. മക്കൾ വായിക്കേണ്ട രൂപം മനസ്സിലായില്ല. ബറാ അത്തുൻ. അതിൻ്റെ താഴെ നോക്കി ജറാ അത്തുൻ ജറാ അത്തുൻ. ഇനി അടുത്തത് നോക്കി ലബാ അത്തുൻ. ശ്രദ്ധിച്ചോ മക്കൾ? ശ്രദ്ധിച്ചില്ല? ലബാ അത്തുൻ. ഇനി താഴെ നോക്കി അടുത്ത ഇവിടെ ബ വന്നിട്ടുണ്ട്, പിന്നെ വന്നിട്ടുണ്ട്, സുൻ എന്ന് വന്നിട്ടുണ്ട്. നേരത്തെ വായിച്ചതുപോലെ തന്നെ ഒന്നാമത്തെ ഇത് വായിക്കാം. ബ സുൻ ബ സുൻ. അടുത്തത് ക സുൻ ക സുൻ റ സുൻ റ സുൻ. ഇത് നിങ്ങളെ പുസ്തകത്തിൽ വന്നിട്ടുണ്ടല്ലോ അല്ലേ? ഒരു ഫ്ലവറിൻ്റെ ഭാഗത്തായിട്ട് ഒന്ന് ഓർമ്മയുണ്ടോ? ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ടാകും. ഇൻഷാ അല്ലാഹ് മക്കൾ ശ്രദ്ധിക്കുക ഒന്നുകൂടി. അടുത്തത് ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ബു, ശേഷം വന്നിട്ടുണ്ട് അല്ലേ? വാവിന് മുകളിൽ ഹംസ് വന്ന് സുക്കൂനിട്ട് ബു. കാരണം ഇതൊക്കെ ലൊമ്മായിട്ടുള്ള അക്ഷരങ്ങളാണ്, അതിനോട് ചേർന്ന് വരുന്നത് കൊണ്ട് വാവ് നമ്മൾക്ക് ലൊമ്മിന് നീട്ടാൻ വാവല്ലേ കൊടുത്തിരുന്നത്. അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി മക്കൾ, പെട്ടെന്ന് മനസ്സിലാക്കും കേട്ടോ. ബു നോക്കി ബു സുൻ ബു സുൻ. ഇവിടെ നിങ്ങൾക്ക് 3 അക്ഷരങ്ങൾ ഇവിടെ മുന്നേ വന്നിട്ടുണ്ട്, 3 അക്ഷരങ്ങൾ അവസാനം വന്നിട്ടുണ്ട്. എൻ്റെ മക്കൾക്ക് മാറാതിരിക്കാൻ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് കളറൊക്കെ ഏകദേശം ഒന്നാ കൊടുത്തില്ല. ബു സുൻ. അടുത്തത് മു മിനുൻ മു മിനുൻ. അടുത്തത് ഷു മുൻ ഷു മുൻ. ശ്രദ്ധിച്ചില്ലേ? ഇതൊക്കെ നിങ്ങൾ വായിച്ച് പഠിച്ചാൽ മതിട്ടാ. ഒരുപാട് ചേർത്തി വായിച്ച് ഇവിടെ കണ്ടില്ലെങ്കിൽ ചേർത്ത് വായിക്കാം എന്നാണ് നിങ്ങൾ തന്നിട്ടുള്ളത്. അത് ചേർത്ത് തന്നെ വായിക്കണം. ഇനി അടുത്ത് ഇ എന്നാണ്. യാ ഇന് മുകളിൽ ഹംസ് വന്ന് കസറിട്ട് ഇ. നോക്കി സ ഇ ല. കസറായതുകൊണ്ട് യാ ഇന് മുകളിലാണ് ഹംസ് വന്നിട്ടുള്ളത് കേട്ടോ. സ ഇ മ. നോക്കി സ ഇ മ. ശ്രദ്ധിച്ചില്ല എല്ലാവരും? അടുത്തത് സു ഇ ല. അടുത്തത് അസ് ഇലത്തുൻ അസ് ഇലത്തുൻ. ഇനി അടുത്തത് അവസാനം നോക്കി മക്കള്, ഇവിടെ നിങ്ങൾക്ക് 4-5 അക്ഷരങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? കൂട്ടി എഴുതിയിട്ടുള്ള അക്ഷരങ്ങൾ. അവസാനം ഉൻ എന്നും തന്നിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്കില്ലല്ലോ. അപ്പോൾ ഇതിന് എല്ലാം നിങ്ങൾ ഉൻ എന്ന് ചേർത്ത് വായിക്കുക. ബദ് ഉൻ. എന്താ വായിക്കുക? ബദ് ഉൻ ഷൈ ഉൻ മാ ഉൻ നീ ഉൻ സൂ ഉൻ. ശ്രദ്ധിച്ചില്ല മക്കള്? ഇനി അടുത്ത പേജ്, മൂന്നാമത്തെ ഈ പാഠത്തിന് 3-ാമത്തെ പേജ് നിങ്ങൾ മക്കൾ ശ്രദ്ധിക്കും. ഇവിടെ നിങ്ങൾക്ക് തുടക്കത്തിൽ വന്നിട്ടുള്ളത്, അതിന് ഹെഡിങ് എന്താ വന്നിട്ടുള്ളത് നോക്കി. ആദ്യം നിങ്ങൾ വായിക്കാം എഴുതാം. കണ്ടോ? ഇവിടെ വായിക്കാം എഴുതാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? വായിക്കും ചെയ്യണം, എഴുതുകയും വേണം. ഉസ്താദ് പറഞ്ഞു തരാം, നിങ്ങൾ ശ്രദ്ധിക്കണം. മക്കൾ ശ്രദ്ധിച്ചോളി. ഇവിടെ നോക്കി മർ അത്തുൻ. നോക്കാണി മ റ് അത്തുൻ മർ അത്തുൻ. ഇത് നിങ്ങൾ താഴേക്ക് എഴുതണം കേട്ടോ. വായിക്കുകയും ചെയ്യണം, എഴുതുകയും വേണം. അടുത്തത് മാ ഇലത്തുൻ മാ ഇലത്തുൻ. മക്കളൊന്ന് വായിച്ചാണ്. മാ ഇലത്തുൻ മാ ഇലത്തുൻ. ഇത് താഴേക്ക് എഴുതാം. അടുത്തത് റിദ് ഉൻ റിദ് ഉൻ. ചേർത്തി വരാത്തത് കൊണ്ടാണ് ഹംസ് തനിയെ ഒറ്റക്ക് സാധാരണ ഹംസായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. റിദ് ഉൻ. സാധാരണ 4 അക്ഷരത്തിനോട് ഒന്നും ചേർന്ന് വരൂലല്ലോ, അതുകൊണ്ട് റിദ് ഉൻ. അടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചോട്ടെ. ജി ആ. എന്താ വായിക്കാം? ജി ആ. ജി കണ്ടങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ ജി ആ ജി ആ. ഇനി അടുത്തത് ഇതൊക്കെ താഴേക്ക് നിങ്ങൾ എഴുതണം കേട്ടോ. ജി ആ റിദുൻ മാ ഇലത്തുൻ മർ അത്തുൻ. ഇനി അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കും. മാ അൻ
മാ അൻ അത് താഴേക്ക് എഴുതാം. മാ ഇൻ കസറ് തൻമീൻ കസറ് വന്നു. മാ ഉൻ ഇതൊക്കെ നിങ്ങൾ താഴേക്ക് എഴുതണം. റിദാ അൻ റിദാ അൻ അതും നിങ്ങൾ താഴേക്ക് എഴുതണം. അടുത്തത് നിസാ ഇൻ നിസാ ഇൻ സവാ ഉൻ ജി ജി നിങ്ങൾ ശ്രദ്ധിച്ചവിടെ ജി അവിടെ വഖഫ് ചെയ്ത് നിർത്തുന്നത് കൊണ്ട് ആ യാ ഇൻ്റെ മുകളിൽ തന്നെ എന്ത് ചെയ്തു? ഹംസ് വന്നു, സുക്കുൻ. ജി എന്ന് വായിക്കാൻ. ജി 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 എന്ന് മാത്രം വരരുത്, എന്ന് ശരിക്ക് കേൾക്കണം. ജി. ഇനി അടുത്തത് ഇംലാ ഇംലാ അത് നിങ്ങൾ എന്ത് ചെയ്യുക? താഴേക്ക്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? താഴേക്ക് എഴുതണം. സാ ഈലുൻ നിങ്ങൾ ശ്രദ്ധിച്ചോടെ. സാ ഈലുൻ ഇത് നിങ്ങൾ പാഠഭാഗത്തിൽ സാ ഈലുൻ എന്നൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ. റു അസാ ഉ റു അസാ ഉ ഷൈഅൻ എന്ന് വായിക്കും. നമ്മൾ ഖുർആനിലൊക്കെ വരുന്ന വാക്കാണ്. അത് അവസാനം ഇങ്ങനെ നീട്ടിയിട്ട് ഷൈഅൻ എന്ന് വരും. ഇനി അടുത്ത് ഖറഅ ഇതൊക്കെ നിങ്ങൾ താഴേക്ക് ഇതുപോലെ എഴുതാം. ഇനി അടുത്തത് നിങ്ങൾ പാഠഭാഗത്ത് വന്ന വാക്കല്ലേ, നിങ്ങൾ വായിച്ച ഓർമ്മ ഉണ്ടാവും. ഉസ്താദ് വായിച്ച് പഠിപ്പിച്ചത് എന്തൊക്കെയാണ്? ഇതെങ്ങനെ വായിക്കാം ഒന്ന് നോക്കുകയാണെങ്കിൽ അൽ അൽ മുഅ്മിനു അൽ മുഅ്മിനു യുഅ്മിനു യുഅ്മിനു എങ്ങനെ? അൽ മുഅ്മിനു യുഅ്മിനു. ഒന്നുകൂടി അൽ മുഅ്മിനു യുഅ്മിനു. ഇത് നിങ്ങൾ താഴേക്ക് വളരെ വൃത്തിയായി എഴുതണം. ഉസ്താദ് പറഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ലേ എഴുതാൻ. അപ്പോൾ ഒന്നുകൂടി നല്ല വൃത്തിയായിട്ട് എഴുതി സന്തോഷത്തോടെ ഉസ്താദിനെ കാണിച്ചു കൊടുക്കുക. അടുത്തതൊന്നുകൂടി മലായികത്തുൻ മലായികത്തുൻ കിറാമുൻ മലായികത്തുൻ കിറാമുൻ. അപ്പോൾ ഇതും താഴേക്ക് നിങ്ങൾ എഴുതാം. ഇനി അടുത്ത ഒരു വർക്കാണ് ഈ പേജിൽ വന്നിട്ടുള്ളത്, അവസാന വർക്ക്. എന്താണ് മക്കളെ നോക്കി, ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കഴിഞ്ഞ പാഠഭാഗത്തിലൊക്കെ വർക്ക് ബുക്കിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്പർ നോക്കി ക്രമപ്രകാരം എഴുതാം. എൻ്റെ രക്ഷിതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾ നമ്പർ നോക്കി തന്നെ എഴുതണം. മുകളിൽ നിന്ന് താഴോട്ട് ഒരിക്കലും ചെയ്യിപ്പിക്കാൻ പാടില്ല. ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇത് ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം നമ്മുടെ മക്കളുടെ എഴുത്ത് പെട്ടെന്ന് തന്നെ നന്നാവാൻ വേണ്ടിയുള്ള ഒരു രൂപമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ നല്ലൊരു കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു രീതി വന്നിട്ടുള്ളത്. നമ്മുടെ മക്കളുടെ എഴുത്ത് പെട്ടെന്ന് നന്നാവും. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്നാൽ കഴിഞ്ഞ വർക്ക് ബുക്കിൻ്റെ ഏതൊരു പാഠത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ മക്കൾ താഴെന്ന് എഴുതാന്ന് പറഞ്ഞാൽ ഇത് അമറ എന്നല്ലേ, ഇത് നമ്മൾ താഴെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഒരു അമറ വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? അതിനെ നോക്കിയിട്ട് ഈ മുകളിൽ നോക്കിയിട്ട് താഴെ എഴുതും. പിന്നെ രണ്ടാമത്തെ എഴുതുമ്പോഴും കുട്ടീൻ്റെ കൈ ഇവിടെ വരുന്നതുകൊണ്ട് തന്നെ കുട്ടി എവിടെയൊക്കെ നോക്കുക? മുകളിലേക്കാണ് നോക്കുക. അപ്പോഴും വൃത്തിയിൽ എഴുതും. മൂന്നാമത്തെ എഴുതുമ്പോൾ കുട്ടി എവിടെയൊക്കെ നോക്കും? മുകളിൽ നോക്കും. 4 എഴുതുമ്പോൾ മുകളിൽ നോക്കും. അപ്പോൾ കുട്ടി എപ്പോഴും നോക്കി എഴുതുന്നത് കറക്റ്റ് ആയിട്ടുള്ള രൂപം തന്നെയാണ്. സാധാരണ നമ്മൾ അടിയിലേക്ക് എഴുതുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അമറ ഇവിടേക്ക് കുട്ടിയെ നോക്കിയതും, പിന്നെ ഈ കള്ളിയിൽ നോക്കിയതുമ്പോൾ കുട്ടി എഴുതതേ നോക്കിയതുള്ളൂ. പിന്നെ പകർത്തി ഇവിടെ എത്തുമ്പോഴത്തേന് അമറ ചിലപ്പോൾ അമലക്കായി മാറും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മക്കളെ രക്ഷിതാക്കന്മാർ പ്രത്യേകം ഒപ്പം നിന്ന് ശ്രദ്ധിക്കണം. അമറ ഇത് 1 എഴുതാം, ശേഷം 2, ശേഷം 3, ശേഷം 4 എഴുതാം. ഇനി നോക്കി മുഅന്നസുൻ മുഅന്നസുൻ ഇതും ഇതുപോലെ എഴുതാം. സുആലുൻ ജാഅ ജുസ്അ. ഇനി ബിഅത്തുൻ ഇതൊക്കെ നേരത്തെ പറഞ്ഞത് ഉസ്താദ് പറഞ്ഞ പോലെ എഴുതാം. എന്നിട്ട് വർക്ക് ബുക്ക് ചെയ്തത് വർക്ക് നിങ്ങളുടെ ക്ലാസ് ഉസ്താദിൻ്റെ മക്കളെ നന്നായി കാണിച്ചു കൊടുക്കുക. ഉസ്താദിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ് എ തന്നെ വാങ്ങാൻ ശ്രമിക്കട്ടെ. 3 സ്റ്റാർ വാങ്ങാൻ ശ്രമിക്കുക. അല്ലാഹു തആല നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.